നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരെ നേരിട്ട് നിയമിക്കാൻ സുപ്രീം കോടതി. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് സർക്കാരും ഗവർണറും തമ്മിൽ നടന്ന ചർച്ച സമവായത്തിലെത്താത്തതിനെ തുടർന്നാണ് നടപടി. VC നിയമനത്തിലുള്ള മുൻഗണനാ പട്ടിക തയ്യാറാക്കി കൈമാറാൻ ജസ്റ്റിസ് സുധാൻഷു ദുലിയയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മുദ്രവെച്ച കവറിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് സുപ്രീം കോടതി നിയോഗിച്ച ദുലിയ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പട്ടികയിൽ നിന്ന് വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വ്യാഴാഴ്ച പുറത്തിറക്കുമെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും മന്ത്രിമാരും വീണ്ടും ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്താനായില്ലെന്ന് കോടതി അറിയിച്ചു. ഇതേ തുടർന്നാണ് നിയമനം നടത്താൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിക്കുന്നതിനോട് മാത്രമാണ് തങ്ങളുടെ എതിർപ്പെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. പാനലിലുള്ള മറ്റാരെ വേണമെങ്കിലും നിയമിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികളുടെ ശിക്ഷാവിധി നാളെ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വെള്ളിയാഴ്ച ശിക്ഷ വിധിക്കുക. 1-ാം പ്രതി പൾസർ സുനി എന്ന സുനിൽ NS, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി B മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തടവ് നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും. പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ച് കഠിനമായ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. വോട്ടർമാരുമായി വന്ന ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. തലയാട് പനങ്ങാട് പഞ്ചായത്തിലെ 3-ാം വാർഡിലെ വോട്ടർമാരുമായി വന്ന ജീപ്പ് കാവുംപുറം പുഴയിലേക്ക് മറിയുകയായിരുന്നു. രാവിലെ 10-നുണ്ടായ അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് അധികൃതർ പറഞ്ഞു. വയലട, മണിശ്ശേരി, കാവുംപുറം മേഖലകളിൽ വാഹന സൗകര്യം കുറവായതിനാൽ വോട്ടർമാരെ കൊണ്ടുപോകാൻ ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വോട്ടർമാരുമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കൊപ്പം ലയോ 14-ാമൻ മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിനായി ഇന്ന് രാവിലെ റോമിലേക്ക് യാത്ര തിരിച്ചു. മേജർ ആർച്ച് ബിഷപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം മാർപ്പാപ്പ വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് 15-ന് രാവിലെ 10-നാണ്. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മേജർ ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറിയും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയവും വത്തിക്കാനിലുള്ള മറ്റ് കാര്യാലയങ്ങളും സന്ദർശിക്കും. മേജർ ആർച്ച് ബിഷപ്പിന്റെ വത്തിക്കാനിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണങ്ങൾ അവാസ്തവവും സത്യവിരുദ്ധവുമാണെന്ന് സഭാ PRO റവറൻ ഡോക്ടർ ടോം മൂലിക്കരോട്ട് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടത്തിൽ മികച്ച പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 9:30 വരെയുള്ള കണക്ക് പ്രകാരം 16% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. പാലക്കാട് നെല്ലായ പട്ടിശ്ശേരി വാർഡിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അരമണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെട്ടു. മെഷീൻ മാറ്റിയതിനു ശേഷമാണ് വോട്ടിംഗ് പുനഃസ്ഥാപിച്ചത്. പാലക്കാട് വാണിയംകുളം മനുശ്ശേരി വെസ്റ്റ് 6-ാം വാർഡിൽ 15 മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. തളിപ്പറമ്പിൽ വിവിധ ഭാഗങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. കാഞ്ഞിരങ്ങാട്, മാവിശ്ശേരി എന്നിവിടങ്ങളിൽ 1 മണിക്കൂറോളം താമസിച്ചാണ് പോളിംഗ് തുടങ്ങിയത്. കാസർഗോഡ് നഗരസഭ ഹൊന്നമൂലയിൽ യന്ത്രം പണിമുടക്കി. പുതിയ മെഷീൻ വെച്ച് 8:35-നാണ് ഇവിടെ വോട്ടിംഗ് പുനരാരംഭിച്ചത്. ഏതാനും വോട്ടുകൾ ചെയ്ത ശേഷമായിരുന്നു തകരാർ. ഉദ്ദമ പഞ്ചായത്ത് അംബികാനഗർ സ്കൂളിലെ ബൂത്തിൽ യന്ത്രം പണിമുടക്കിയതിനാൽ 8:46-ന് വോട്ടിംഗ് പുനരാരംഭിച്ചു. 6:30 മുതൽ വോട്ടർമാർ ക്യൂവിലുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തിലുണ്ടായ തേനീച്ച ആക്രമണത്തിൽ 8 പേർക്ക് പരിക്ക്. തൃശൂർ വലക്കാവ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് വ്യാഴാഴ്ച രാവിലെ തേനീച്ച ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ 8 പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധവുമായി UDF, LDF, NDA പ്രവർത്തകർ രംഗത്തെത്തി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ്. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2-ാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ തെളിവുമായി മുന്നോട്ട് വരാൻ തയ്യാറാകാതിരുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളുമെന്നാണ് ഇരകളെ ഭീഷണിപ്പെടുത്തിയത്. അതിനാൽ തന്നെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്നവർ ഭയക്കുന്നു. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പട പരാമർശം അല്പത്തരമെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ MP. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അങ്ങനെ പറയുന്നുവെന്ന് വെച്ചാൽ പിന്നെ എന്താണ് അർത്ഥമെന്നും സുധാകരൻ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ, അടൂർ പ്രകാശ് വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നും സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളെ സ്ത്രീലമ്പടന്മാരെന്ന് പറഞ്ഞ് കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. മുഖ്യമന്ത്രി ആദ്യം CPM-ലെ സ്ത്രീലമ്പടന്മാരെ നിലയ്ക്ക് നിർത്തട്ടെ എന്നും ചെന്നിത്തല പറഞ്ഞു. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി 2 ആഴ്ച കയ്യിൽ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ഈ വീമ്പ് പറയുന്നതെന്നും
തങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നും രമേശ് ചെന്നിത്തല തുറന്നടിച്ചു. സ്ത്രീലമ്പടന്മാർക്ക് ഉന്നത പദവി നൽകുന്നതാണ് CPM-ന്റെ ശീലം. രാഹുലിനെതിരെ രണ്ടാം പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതിയാണ് പരിശോധിക്കേണ്ടത്. സ്ത്രീ പീഡനം നടത്തിയവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത ആളിനെ കുറിച്ച് ഇനിയും എന്താണ് പറയേണ്ടത്? ഇനിയും പരാതി വരാനുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നത് സ്വന്തം പാർട്ടിക്കാരെ കുറിച്ചാണോ എന്നും ചെന്നിത്തല ചോദിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം പുരോഗമിക്കുന്നതിനിടെ LDF സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപം നാടൻ ബോംബ് കണ്ടെത്തി. കുബഡാജി ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി K പ്രകാശിന്റെ വീടിന് സമീപമാണ് 4 നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. നായ കടിച്ച് ഒരു ബോംബ് പൊട്ടിയതോടെയാണ് വീടിന് സമീപത്ത് ബോംബുള്ള കാര്യം പുറത്തറിഞ്ഞത്. തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM-ന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുകയാണെന്ന് BJP-യും കോൺഗ്രസും ആരോപിച്ചു. ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് CPM നേതാക്കൾ പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം അഞ്ചലിൽ ഓട്ടോറിക്ഷയും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. കരവാളൂർ സ്വദേശികളായ ശ്രുതി ലക്ഷ്മി, ജ്യോതി ലക്ഷ്മി, ഓട്ടോറിക്ഷ ഡ്രൈവർ അക്ഷയ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ മരിച്ച 3 പേരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തവരാണ്. CSI സഭ ഡെപ്യൂട്ടി മോഡറേറ്ററായി ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് നിയമിതനായി. ഇന്ന് ചെന്നൈ റോയൽപേട്ടയിലുള്ള സിനഡ് ആസ്ഥാനത്ത് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ബിഷപ്പ് ഫ്രാൻസിസിനെ ദക്ഷിണേന്ത്യ സഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. ബുധനാഴ്ച നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് സിറ്റി റയലിനെ വീഴ്ത്തിയത്. നിക്കോ ഒറേലിയും എർലിംഗ് ഹാളണ്ടുമാണ് സിറ്റിക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. റോഡ്രിഗോയാണ് സിറ്റിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. വിജയത്തോടെ ചാമ്പ്യൻസ് ലീഗ് പ്രാഥമിക റൗണ്ടിലെ പോയിന്റ് ടേബിളിൽ മാഞ്ചസ്റ്റർ സിറ്റി 4ാം സ്ഥാനത്തെത്തി. 13 പോയിന്റാണ് സിറ്റിക്കുള്ളത്. 12 പോയിന്റുള്ള റയൽ 7ാമതാണുള്ളത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.